പാലാ നഗരസഭയിൽ LDFിൻ്റെ അവിശ്വാസ പ്രമേയം ഇന്ന് ചർച്ചയ്ക്കെടുക്കും. രാവിലെ 11 മണിക്കാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുക. യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ UDF അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് കൗൺസിലർമാർ വിപ്പ് ലംഘനം നടത്തുമോ എന്നത് നിർണായകമാകും. സ്വതന്ത്ര മുന്നണിക്ക് കോൺഗ്രസ് കൗൺസിലർമാർ പിന്തുണ പിൻവലിക്കുന്നുവെന്ന പരസ്യ പ്രതികരണം നടത്തിയതിന് പിന്നാലെയാണ് LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, പാലാ നഗരസഭയിലെ ഭരണം അത് ഏതാണ്ട് പാലത്തിൽ കയറിയ അവസ്ഥയാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്നു. UDF കൗൺസിലർമാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഇന്ന് അവിശ്വാസ പ്രമേയം LDF കൊണ്ടുവരുന്നു. ഏത് നിലയിലാകും അവിടുത്തെ ഒരു ഭരണ പ്രതിസന്ധി, ഏത് നിലയിലേക്ക് കടക്കും എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയുന്നുണ്ടോ മിഥുൻ മുരളി? വിനോദ്, ആതിര, 26 അംഗ നഗരസഭയിൽ 14 പേരുടെയെങ്കിലും പിന്തുണയുണ്ടെങ്കിൽ അവിശ്വാസ പ്രമേയം പാസ്സാകും. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടത്തിന് ഭരണം നഷ്ടപ്പെടും. അതിൽ 11 അംഗങ്ങളാണ് LDFിനുള്ളത്. 10 അംഗങ്ങൾ കോൺഗ്രസിന്, 10 അംഗങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ 14 സ്വതന്ത്ര മുന്നണി ഉൾപ്പെടെയുള്ള ആളുകളുടെ പിന്തുണയോടുകൂടിയാണ് UDF ഭരണം അവിടെ നടത്തുന്നത്. 2 അംഗങ്ങൾ സ്വതന്ത്രർ, മറ്റുള്ളവരുമുണ്ട്. അങ്ങനെ 26 അംഗ നഗരസഭയിൽ 2 പേരുടെ കൂടി പിന്തുണ ലഭിച്ചാൽ, LDF ഇതര 2 കക്ഷികളുടെ കൂടി പിന്തുണ ലഭിച്ചാൽ, 2 അംഗങ്ങളുടെ കൂടി കൗൺസിലർമാരുടെ പിന്തുണ ലഭിച്ചാൽ ഈ പ്രമേയം പാസ്സാകും. അങ്ങനെ കോൺഗ്രസിൻ്റെ അംഗങ്ങൾ പിന്തുണയ്ക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് LDFിന് ഉള്ളത്. നേരത്തെ പലപ്പോഴും UDF പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര മുന്നണി ഈ UDFിൻ്റെ മുന്നണി മര്യാദകൾ ലംഘിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ സ്വതന്ത്ര മുന്നണിക്കുള്ള ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം, ദിയയുടെ പിതാവ് ബിനു പുളിക്കക്കണ്ടം, ബിനുവിൻ്റെ സഹോദരൻ ബിജു പുളിക്കക്കണ്ടം എന്നിവർ 3 പേരടങ്ങുന്ന സ്വതന്ത്ര മുന്നണിക്കുള്ള പിന്തുണ പിൻവലിക്കുന്നതായി കോൺഗ്രസ് കൗൺസിലർമാർ പരസ്യ പ്രതികരണം നടത്തിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പിന്തുണ പിൻവലിക്കുന്നുവെന്ന് പരസ്യ പ്രതികരണം കോൺഗ്രസ് കൗൺസിലർമാർ നടത്തിയെങ്കിലും അതിന് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം കോൺഗ്രസ് ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ UDFിലും കോൺഗ്രസ് കൗൺസിലർമാർ ഏകപക്ഷീയ നിലപാടെടുത്തു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിയുണ്ട്. UDFിലെ ഘടകകക്ഷികളും കോൺഗ്രസ് കൗൺസിലർമാരെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ഒക്കെ ചെയ്തതാണ്. കോൺഗ്രസിനുള്ളിലും UDFിനുള്ളിലും വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ കോൺഗ്രസ് കൗൺസിലർമാർ സ്വതന്ത്ര മുന്നണിക്ക് പിന്തുണ പിൻവലിക്കുന്നു എന്ന് പരസ്യ പ്രഖ്യാപനം നടത്തിയതും മറ്റും. ഇത് സംബന്ധിച്ച് ഒരു പ്രമേയവും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പാസ്സാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വവും കോൺഗ്രസ് കൗൺസിലർമാരും ഈ സ്വതന്ത്ര മുന്നണിക്ക് പിന്തുണ പിൻവലിച്ചേ തീരൂ എന്നുള്ള നിലപാടെടുക്കുമ്പോൾ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ അങ്ങനെ ഒരു നഗരസഭയുടെ ഭരണം നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല, കോൺഗ്രസ് കൗൺസിലർമാർ അനാവശ്യമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് എന്നുള്ള നിലപാടാണ് എടുത്തത്. അങ്ങനെ 2 തട്ടിലായി നിൽക്കുകയാണ് കോൺഗ്രസും ഈ ഒരു വിഷയത്തിൽ. DCC നേതൃത്വത്തിന് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായില്ല. പിന്നീട് KPCCക്ക് വിട്ടു. KPCCയും ഈ കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം ഇതുവരെ വരുത്തിയിട്ടില്ല. ഈ പിന്തുണ പിൻവലിക്കുകയാണോ അതോ ഇനിയും പിന്തുണയുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അന്തിമമായ ഒരു വ്യക്തത KPCC നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. ഇതിൽ ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു കാര്യം, കോൺഗ്രസിൻ്റെ അംഗങ്ങൾക്ക്, കൗൺസിലർമാർക്ക് പാർട്ടി വിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കരുത് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ വിപ്പ് ലംഘിച്ചുകൊണ്ട് 6 കൗൺസിലർമാർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുമെന്നും LDFിൻ്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ കോൺഗ്രസിൻ്റെ വിപ്പ് ലംഘിക്കുന്ന ഈ കോൺഗ്രസ് കൗൺസിലർമാർക്കെതിരെ കടുത്ത അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് കോൺഗ്രസ് നേതൃത്വം നൽകിയിരിക്കുന്നത്. UDFിൻ്റെ മറ്റ് ഘടകകക്ഷികൾക്കും ഇത്തരത്തിൽ വിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൽ ഇന്ന് പങ്കെടുക്കുമെന്നുള്ള സൂചന ലഭിക്കുന്നത് 6 കോൺഗ്രസ് കൗൺസിലർമാർ പേരിലാണ്. ഈ 6 കോൺഗ്രസ് കൗൺസിലർമാർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്ത് LDFിൻ്റെ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുകയാണെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയിലും വലിയ പൊട്ടിത്തെറികൾക്ക് വഴിവെക്കും. ഇനിയുള്ള ദിവസങ്ങളിലും വലിയ വിഷയങ്ങൾ, വിവാദങ്ങൾ പാലാ നഗരസഭയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നിലവിൽ LDF പറയുന്നത്, LDFിലെ CPM-ഉം കേരള കോൺഗ്രസ് മാണി വിഭാഗവും പറയുന്നത് ഈ സ്വതന്ത്ര മുന്നണിയുമായി സഹകരിച്ചുകൊണ്ട് ഭരണം നടത്തില്ല എന്നുള്ള കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഇനി ഈ അവിശ്വാസ പ്രമേയം പാസ്സാവുകയാണെങ്കിൽ പാലായിൽ നഗരസഭയുടെ ഭരണം ഏത് വിധത്തിലാകും എന്നുള്ളത് പ്രവചനാതീതമായ സാഹചര്യത്തിൽ നിലനിൽക്കുകയാണ്. നഗരസഭ LDFിനെ സംബന്ധിച്ച് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയിലായി. എന്തായാലും മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് കൗൺസിലർമാരൊക്കെ ഇനി വിപ്പ് ലംഘിക്കുമോ, ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകുമോ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയണം, അല്ലേ വിനോദ?